മഹാസമുദ്രങ്ങളിൽ മറ്റൊരു ജീവിയും വെല്ലുവിളിക്കാൻ പോലും ധൈര്യപ്പെടാത്ത ഒരു പ്രഡേറ്ററുണ്ട്. നീർനായകൾ, ഡോൾഫിൻസ്, ബൃഹത്തായ തിമിംഗലങ്ങൾ എന്നിങ്ങനെ കണ്ണിൽ കാണുന്ന എല്ലാത്തിനെയും ആക്രമിക്കുന്ന ഒരു ഭീകര പ്രഡേറ്റർ. ഭയാനകമായ ഗ്രേറ്റ് വൈറ്റ് സ്രാവുകളെ പോലും ഇവ വെറുതെ വിടില്ല. ഇവയാണ് ഓർക്ക, മഹാസമുദ്രങ്ങളിലെ രാജാക്കന്മാർ. ഓർക്കകളെ കാണുമ്പോൾ മറ്റെല്ലാ ജീവികളും ഭയന്ന് ഓടിപ്പോകും. എന്നാൽ ഒരൊറ്റ ജീവി മാത്രം നേരെ വിപരീതമാണ്. ഓടി രക്ഷപ്പെടുന്നതിന് പകരം ഈ ജീവി ഓർക്കകളെ തുരത്തുകയാണ് ചെയ്യുന്നത്. ഇവയുടെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ഓർക്കകൾ സ്ഥലം വിടും. സമുദ്രങ്ങളിലെ രാജാക്കന്മാരെ പോലും ഭീഷണിപ്പെടുത്താൻ കഴിയുന്ന ഈ നിഗൂഢ മൃഗമാണ് പൈലറ്റ് വെയിൽ. ഓർക്കകളെ പോലും തുരത്തി ഓടിക്കണമെങ്കിൽ പൈലറ്റ് വെയിൽസ് വളരെ ഭീമാകാരമായ തിമിംഗലങ്ങളായിരിക്കുമെന്ന് പെട്ടെന്ന് നമ്മൾ ചിന്തിക്കും. എന്നാൽ യഥാർത്ഥത്തിൽ പൈലറ്റ് വെയിൽസ് ചെറുതാണ്. ഇവ ശരിക്കും ഓർക്കകളെ പോലെ തന്നെ ഡോൾഫിൻ കുടുംബത്തിൽപ്പെട്ടവയാണ്, അല്ലാതെ തിമിംഗലങ്ങളല്ല. പൈലറ്റ് വെയിൽസിന് സ്പേം വെയിൽസിന്റെ ചെറിയൊരു സാദൃശ്യമുണ്ട്. അതിന്റെ പ്രധാന കാരണം തലയുടെ റെക്ടാങ്കിൾ പോലത്തെ ആകൃതിയാണ്. ഭൂമിയിലെ എല്ലാ സമുദ്രങ്ങളിലും പൈലറ്റ് വെയിൽസിനെ കാണാം. പൈലറ്റ് വെയിൽസ് രണ്ട് തരമുണ്ട്: ലോങ് ഫിൻഡ് പൈലറ്റ് വെയിലും ഷോർട്ട് ഫിൻഡ് പൈലറ്റ് വെയിലും. കാഴ്ചയിൽ ഇവ രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. രണ്ടിനും ഇരുണ്ട ഗ്രേ നിറമോ കറുപ്പ് നിറമോ ആയിരിക്കും. അടിയിലും മുകളിലുമായിട്ട് വെള്ള നിറത്തിലോ അല്ലെങ്കിൽ ലൈറ്റ് ഗ്രേ നിറത്തിലോ ഉള്ള പാടുകൾ ഉണ്ടായിരിക്കും. ആകെ മീൻ ചിറകിന്റെ വലിപ്പം മാത്രമാണ് രണ്ടും തമ്മിൽ ആകെയുള്ള വ്യത്യാസം. പേര് സൂചിപ്പിക്കുന്നത് പോലെ ലോങ് ഫിൻഡ് പൈലറ്റ് വെയിൽസിന്റെ മീൻ ചിറകുകൾ കുറച്ചുകൂടെ വലുതാണ്. ലോങ് ഫിൻഡ് വെയിൽസ് കൂടുതലും ധ്രുവങ്ങൾക്ക് സമീപം തണുപ്പ് കൂടിയ സമുദ്രങ്ങളിലാണ് ജീവിക്കുന്നത്. ഷോർട്ട് ഫിൻഡ് ആണെങ്കിൽ നേരെ തിരിച്ച് ചൂട് കൂടിയ സമുദ്രങ്ങളിലും. ഇതിൽ ലോങ് ഫിൻഡ് ആണ് വലുത്. ഇവ 25 അടി വരെ നീളവും 4500 കിലോഗ്രാം വരെ ഭാരവും വയ്ക്കും. 4500 കിലോഗ്രാം എന്നത് ശരാശരി ഏഷ്യൻ ആനകളുടെ ഭാരമാണ്. ഷോർട്ട് ഫിൻഡ് കുറച്ചുകൂടെ ചെറുതാണ്. ഇവ 24 അടി വരെ നീളവും 4000 കിലോഗ്രാം വരെ ഭാരവും വയ്ക്കും. സമുദ്രങ്ങളിലെ ചീറ്റകൾ എന്നാണ് പൈലറ്റ് വെയിൽസിനെ പറയുന്നത്. കാരണം ഇവയുടെ പ്രധാന ആഹാരം എന്നത് ചില ചെറിയ കണവ വർഗ്ഗങ്ങളാണ്. ഇത്തരം കണവകൾ സമുദ്രത്തിന്റെ ആയിരക്കണക്കിന് അടി ആഴങ്ങളിലാണ് കാണപ്പെടുന്നത്. ഈ കണവകളെ വേട്ടയാടാൻ പൈലറ്റ് വെയിൽസ് 3500 അടി ആഴത്തിൽ വരെ പോകാറുണ്ട്. ഇത്രയും ആഴത്തിൽ പോലും ഇവയ്ക്ക് 32 km/h വേഗത്തിൽ വരെ നീന്താൻ കഴിയും. അതൊരുപക്ഷെ വലിയ വേഗതയായിട്ട് നമുക്ക് തോന്നില്ല. എന്നാൽ ഇത്രയും ആഴത്തിൽ ഉപരിതലത്തിന്റെ 100 മടങ്ങോളം സമ്മർദ്ദമുണ്ടായിരിക്കും. ഇത്രയേറെ തീവ്രമായ സമ്മർദ്ദത്തിൽ ഇത്രയും വലിയൊരു ജീവി 32 km/h വേഗത്തിൽ സഞ്ചരിക്കുക എന്നത് യഥാർത്ഥത്തിൽ അത്ഭുതാവഹമാണ്. ഇങ്ങനെ വേഗത്തിൽ ചെന്ന് ക്ഷിപ്രനേരം കൊണ്ട് കണവകളെ പിടിച്ചു തിന്നും. ഇതിനുവേണ്ടി ഇവയ്ക്ക് ഒരുപാട് ഊർജം ചിലവാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇര പിടിച്ച ശേഷം പിന്നെ കുറേ നേരം മുകളിൽ വന്ന് വിശ്രമിക്കും. ചീറ്റകൾ വേട്ടയാടുന്നതും ഇങ്ങനെ തന്നെയാണ്. വളരെ വേഗത്തിൽ ഓടാനായിട്ട് വൻതോതിലാണ് ഊർജം ചിലവാക്കുന്നത്. കുറെ ഓടിയ ശേഷം പിന്നെ ഒരുപാട് നേരം വിശ്രമിക്കുകയും വേണം. ഇതുകൊണ്ടാണ് പൈലറ്റ് വെയിൽസിനെ സമുദ്രങ്ങളിലെ ചീറ്റകളെന്ന് വിളിക്കുന്നത്. വളരെയധികം സാമൂഹികമായ ജീവികളാണ് പൈലറ്റ് വെയിൽസ്. ഭൂരിപക്ഷം സെറ്റേഷ്യൻസിനെയും പോലെ ഇവയും കൂട്ടം കൂടിയാണ് ജീവിക്കുന്നത്. പോടെന്നാണ് ഇവയുടെ ഒരു കൂട്ടത്തിനെ പറയുന്നത്. മെയിൽ പൈലറ്റ് വെയിൽസ് 45 വയസ്സോളം വരെ ജീവിക്കും. ഫീമെയിൽസ് ആണെങ്കിൽ 60 വർഷങ്ങളോളവും. പൈലറ്റ് വെയിൽ സമൂഹങ്ങൾ മാതൃവംശപരമാണ്. ഫീമെയിൽസ് ആണ് സകല തീരുമാനങ്ങളും എടുക്കുന്നത്. ഒരു പോഡിനെ നയിക്കുന്ന ലീഡറും വയസ്സായ ഒരു ഫീമെയിൽ ആയിരിക്കും. കൂട്ടം എങ്ങോട്ട് പോകണമെന്നും എന്ത് ചെയ്യണമെന്നുമൊക്കെ തീരുമാനിക്കുന്നത് എപ്പോഴും ഈ ലീഡറാണ്. കാരണം പ്രായം കൂടുതലുള്ളതിനാൽ ലീഡറിന് പാരിസ്ഥിതികമായ അറിവും എക്സ്പീരിയൻസും ഒക്കെ ഒരുപാട് കൂടുതലായിരിക്കും. ഒരു പോഡിലെ മെയിൽസും ഫീമെയിൽസും ഒരിക്കലും പോഡ് വിട്ട് പോവുകയില്ല. അവയുടെ ജീവിതകാലം മുഴുവനും ആ പോഡിന്റെ കൂടെ തന്നെ ആയിരിക്കും. മെയ്റ്റ് ചെയ്യാൻ വേണ്ടി മെയിൽസ് മാത്രം ചിലപ്പോൾ താൽക്കാലികമായി മറ്റു പോഡ്സിലേക്ക് പോകും. പക്ഷേ മെയ്റ്റിൻ കഴിഞ്ഞാൽ ഉടൻ തന്നെ അവ സ്വന്തം പോഡിലേക്ക് തിരിച്ചു വരും. വയസ്സായ പൈലറ്റ് വെയിൽസിനെ പോഡിലെ മറ്റംഗങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യും. ഇവ തമ്മിലുള്ള ബോണ്ട് ഭയങ്കരമാണ്. സാധാരണഗതിയിൽ ഒരിക്കലും കൂട്ടത്തിലെ ഒരാളെ പോലും ഉപേക്ഷിക്കില്ല. എത്ര വലിയ അപകടം വന്നാൽ പോലും എല്ലാവരും പരസ്പരം സംരക്ഷിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി തന്നെ നിൽക്കും. ഇവയുടെ നിലനിൽപ്പിനും അതിജീവനത്തിനും ഇത് വളരെ സുപ്രധാനമാണ്. എന്നാൽ ചില സമയങ്ങളിൽ ഇതവർക്കൊരു ശാപമായി മാറുകയും ചെയ്യാറുണ്ട്. കാരണം ഒരു പൈലറ്റ് വെയിലിന് ദിശ തെറ്റുകയും അങ്ങനെ കരയിൽ വന്നടിഞ്ഞ് കൊല്ലപ്പെടുകയും ചെയ്താൽ ആ പോഡിലുള്ള ബാക്കി എല്ലാ അംഗങ്ങൾക്കും അങ്ങനെ തന്നെ സംഭവിക്കും. പൈലറ്റ് വെയിൽസിന് സങ്കീർണമായ ഒരു ആശയവിനിമയ സംവിധാനമുണ്ട്. ക്ലിക്സ്, വിസിൽസ്, സ്ക്യൂസസ് എന്നിങ്ങനെ പല വിധത്തിലുമുള്ള ശബ്ദങ്ങളും പുറപ്പെടുവിച്ചാണ് അവ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. മറ്റ് ജീവികളുടെ ശബ്ദം പോലും ഇവയ്ക്ക് അനുകരിക്കാൻ കഴിയും. അതുകൊണ്ട് സമുദ്രത്തിലെ പാരറ്റ്സ് എന്നും ഇവയ്ക്ക് പേര് നൽകിയിട്ടുണ്ട്. എല്ലാ പൈലറ്റ് വെയിൽസും ഒരേ ഭാഷ തന്നെയാണ് ഉപയോഗിക്കുന്നതെങ്കിലും ഓരോ പോഡിനും ഭാഷയിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും.
സ്വന്തം പോഡിലെ അംഗങ്ങളെ തിരിച്ചറിയാൻ ഇത് വളരെയേറെ സഹായകരമാണ്. പൈലറ്റ് വെയിൽസ് ഇവയുടെ ശ്രദ്ധേയമായ ബുദ്ധിശക്തിക്ക് പേര് കേട്ടവരാണ്. ഇവയുടെ തലച്ചോറിന്റെ വലിപ്പം വളരെ കൂടുതലാണ്. ശരീര വലിപ്പവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും വലിയ തലച്ചോറുള്ള ജീവികളിൽ ഒന്നാണിത്. സങ്കീർണമായ സാമൂഹിക പെരുമാറ്റങ്ങളിലും സങ്കീർണമായ പ്രശ്ന പരിഹാരങ്ങളിലും ഏർപ്പെടാൻ ഇവയെ പ്രാപ്തമാക്കുന്നത് ഈ വലിയ തലച്ചോറാണ്. എഫിഷ്യന്റായി വേട്ടയാടാനും മറ്റ് പോഡ് മെമ്പേഴ്സുമായി ആശയവിനിമയം നടത്താനും ഇവ തങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത് നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. നിരവധി പോഡ് മെമ്പേഴ്സ് ഒരുമിച്ച് ചേർന്ന് വളരെ തന്ത്രപരമായിട്ടാണ് ഇവ വേട്ടയാടുന്നത്. ചില സമയങ്ങളിൽ കുറച്ച് പൈലറ്റ് വെയിൽസ് ചേർന്ന് കുറെ കണവകളെ തുരത്തി ഓടിക്കുകയും എല്ലാത്തിനെയും കൂടെ ഒരിടത്ത് കൊണ്ടെത്തിക്കുകയും ചെയ്യും. അവിടെ വേറെ കുറെ പൈലറ്റ് വെയിൽസ് കാത്തു നിൽപ്പുണ്ടായിരിക്കും. അപ്പോൾ അവയ്ക്ക് എളുപ്പത്തിൽ കണവ കൂട്ടങ്ങളെ പിടികൂടാൻ പറ്റും. ഇങ്ങനെ പല വിധത്തിലുമുള്ള തന്ത്രങ്ങളും ഇവ വേട്ടയ്ക്ക് വേണ്ടി ഉപയോഗിക്കും. പൈലറ്റ് വെയിൽസിന്റെ എക്കോ ലൊക്കേഷൻ ചെയ്യാനുള്ള കഴിവ് ശരിക്കും അതിശയകരമാണ്. സ്ക്യൂട്സിനെ തേടി ആഴങ്ങളിലോട്ട് പോകുമ്പോൾ ഇവ ശക്തമായ ക്ലിക്കിംഗ് സൗണ്ട് പുറപ്പെടുവിക്കും. തലയുടെ മുന്നിൽ റെക്ടാംഗിൾ ആകൃതി പോലെ കാണുന്ന ഭാഗത്തിൽ മെലൺ എന്നൊരു അവയവമുണ്ട്. ഈ മെലൺ ഉപയോഗിച്ചാണ് ഇവ എക്കോ ലൊക്കേഷൻ ചെയ്യുന്നത്. പൂർണ്ണമായ അന്ധകാരത്തിൽ 1000 അടി അകലെയുള്ള വെറും 25 സെന്റിമീറ്റർ വലിപ്പമുള്ള ഒരു കണവയെ പോലും എക്കോ ലൊക്കേഷനിലൂടെ ഇവയ്ക്ക് വളരെ കൃത്യമായി കണ്ടുപിടിക്കാൻ പറ്റും. അത്രയും പവർഫുൾ ആണ് ഈ എക്കോ ലൊക്കേഷൻ. പൈലറ്റ് വെയിൽസ് ജീവിക്കുന്ന ആവാസ വ്യവസ്ഥകളിൽ ഇവ തന്നെ ആയിരിക്കും രാജാക്കന്മാർ. മറ്റ് ജീവികളോട് വളരെ അഗ്രസീവായിട്ടാണ് എപ്പോഴും പൈലറ്റ് വെയിൽസ് പെരുമാറുന്നത്. സ്വന്തം വർഗത്തിനെ അല്ലാതെ മറ്റേതെങ്കിലും ജീവികളെ കണ്ടാൽ, അത് സ്രാവുകളാണെങ്കിലും തിമിംഗലങ്ങളാണെങ്കിലും മറ്റ് ഡോൾഫിൻസ് ആണെങ്കിൽ പോലും പൈലറ്റ് വെയിൽസ് വളരെ തീവ്രമായിട്ട് തന്നെ ആക്രമിക്കും. അതും അങ്ങോട്ട് ചെന്ന് ആക്രമിക്കും. വളരെ വേഗത്തിൽ വന്ന് തല കൊണ്ടിടിക്കുകയും കടിക്കുകയും വാലുകൊണ്ട് അടിക്കുകയും ഒക്കെ ചെയ്യും. ഇതൊക്കെ മറ്റ് ജീവികളെ തുരത്താൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, അല്ലാതെ അവയെ ഭക്ഷിക്കുകയൊന്നുമില്ല. ഇവയുടെ പ്രധാന ആഹാരം നേരത്തെ പറഞ്ഞതുപോലെ ചെറിയ മീനുകളും കണവകളും മാത്രമാണ്. ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടിയും കോമ്പറ്റീഷൻ കുറയ്ക്കാനും പിന്നെ പ്രഡറ്റേഴ്സിനെ ഒഴിവാക്കാൻ വേണ്ടിയുമാണ് പൈലറ്റ് വെയിൽസ് ഇങ്ങനെ മറ്റ് ജീവികളെയൊക്കെ അഗ്രസീവായിട്ട് ആക്രമിക്കുന്നത്. പ്രത്യേകിച്ച് സ്പേം തിമിംഗലങ്ങളെ ഇവ ഭയങ്കരമായിട്ട് ആക്രമിക്കും. കാരണം സ്പേം വെയിൽസിന്റെ പ്രധാന ആഹാരവും കണവകളാണ്. പക്ഷെ ഇങ്ങനെയൊക്കെയാണെങ്കിലും പൈലറ്റ് വെയിൽസ് പൊതുവെ മനുഷ്യരെ ആക്രമിക്കില്ലെന്ന് മാത്രമല്ല, മനുഷ്യരോട് വളരെ ഫ്രണ്ട്ലി ആയ രീതിയിലാണ് പെരുമാറുന്നത്. മനുഷ്യരുടെ സമീപത്ത് വന്ന് കൗതുകത്തോടെ മനുഷ്യരെ നിരീക്ഷിക്കും. അല്ലാതെ പൊതുവെ ഇത് ഒരിക്കലും മനുഷ്യരെ ആക്രമിക്കില്ല. എന്നാൽ ഓർക്കകളെ കണ്ടാൽ ഉടൻ തന്നെ ഇത് വയലന്റ് ആകും. രണ്ടാമതൊന്ന് ചിന്തിക്കാൻ പോലും നിൽക്കാതെ ഓർക്കകളെ തുരത്തും. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം പൈലറ്റ് വെയിൽസ് വളരെ വലിയ ജീവികൾ തന്നെയാണ്. പക്ഷേ ഓർക്കകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇവ ചെറിയ ജീവികളാണ്. മെയിൽ ഓർക്കകൾ 32 അടി വരെ നീളവും 10,000 കിലോഗ്രാം വരെ ഭാരവും വയ്ക്കും. ഡോൾഫിൻ കുടുംബത്തിലെ തന്നെ ഏറ്റവും വലിയ വർഗമാണ് ഓർക്കകൾ. രണ്ടാമത്തെയും മൂന്നാമത്തെയും സ്ഥാനം 2 തരം പൈലറ്റ് വെയിൽസിനാണ്. അപ്പോൾ വലിപ്പത്തിന്റെ കാര്യത്തിൽ ഓർക്കകൾക്ക് തന്നെയാണ് കൂടുതൽ അഡ്വാൻറ്റേജ്. പൈലറ്റ് വെയിൽസ് പ്രധാനമായും ചെറിയ ജീവികളെയാണ് വേട്ടയാടുന്നത്. എന്നാൽ ഓർക്കകൾ ചെറിയ മീനുകൾ മുതൽ വലിയ തിമിംഗലങ്ങളെ വരെ വേട്ടയാടും. ഗ്രേറ്റ് വൈറ്റ് സ്രാവുകളെയൊക്കെ നിസ്സാരമായിട്ടാണ് ഇവ പിടികൂടുന്നത്. അതിനാൽ വേണമെങ്കിൽ ഇവയ്ക്ക് പൈലറ്റ് വെയിൽസിനെയും വേട്ടയാടാനുള്ള ശക്തിയുണ്ട്. എന്നിരുന്നാൽ പോലും പൈലറ്റ് വെയിൽസിന്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ പൊതുവെ ഓർക്കകൾ വേഗം അവിടെ നിന്നും ഓടിപ്പോവുകയാണ് ചെയ്യുന്നത്. ശബ്ദം കേട്ട സ്ഥലത്ത് നിന്നും പല കിലോമീറ്ററുകളോളം വരെ അകലേക്ക് പോകും. സാധാരണഗതിയിൽ മറ്റേതെങ്കിലും ജീവിയുടെ ശബ്ദമാണ് കേൾക്കുന്നതെങ്കിൽ ഓർക്കകൾ അഗ്രസീവ് ആവുകയും ആ ജീവിയെ അങ്ങോട്ട് ചെന്ന് ആക്രമിക്കുകയുമാണ് പതിവ്. പരിചയമില്ലാത്തതും തിരിച്ചറിയാൻ കഴിയാത്തതുമായ ശബ്ദം കേട്ടാൽ പോലും അതെന്താണെന്ന് പരിശോധിക്കാനെങ്കിലും ഓർക്കകൾ ശ്രമിക്കും. എന്നാൽ പൈലറ്റ് വെയിൽസിന്റെ ശബ്ദം കേൾക്കുന്നതും ഉടൻ തന്നെ ഓർക്കകൾ എസ്കേപ്പ് ആകും. ഇങ്ങനെ ഓടുന്നത് 1-2 തവണ മാത്രം കണ്ടിട്ടുള്ള അപൂർവമായ പ്രതിഭാസമല്ല, പല തവണ ആവർത്തിച്ച് കണ്ടിട്ടുള്ള കാര്യമാണ്. ഓർക്കകൾ എപ്പോഴും ഇങ്ങനെയാണോ എന്ന് സ്ഥിരീകരിക്കാൻ പണ്ട് ഗവേഷകർ പരീക്ഷണാടിസ്ഥാനത്തിൽ അണ്ടർ വാട്ടർ സ്പീക്കേഴ്സിലൂടെ പൈലറ്റ് വെയിൽസിന്റെ ശബ്ദം പ്ലേ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പ്രതീക്ഷിച്ചതുപോലെ ആ ശബ്ദം കേട്ടതും ഓർക്കകളെല്ലാം വളരെ വേഗം അവിടുന്ന് രക്ഷപ്പെട്ടു പോയി. വളരെ പ്രധാനപ്പെട്ട സ്ഥിരം വേട്ടയാടുന്ന പ്രദേശങ്ങളിൽ നിന്ന് പോലും പൈലറ്റ് വെയിൽസിന്റെ സാന്നിധ്യം കണ്ടാൽ ഓർക്കകൾ ആ പ്രദേശം വിട്ടുപോകും. മഹാസമുദ്രങ്ങളിലെ അപ്പെക്സ് പ്രഡേറ്റേഴ്സ് ആയ ഓർക്കകൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പേടിച്ചോടുന്നത്? അതിന്റെ ശരിക്കുമുള്ള കാരണം പൈലറ്റ് വെയിൽസ് വലിയ കൂട്ടത്തോടെയാണ് വരുന്നത്. ഓർക്കകളും കൂട്ടം കൂടി തന്നെയാണ് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ഇവയ്ക്ക് ഭീമാകാരമായ തിമിംഗലങ്ങളെ പോലും വേട്ടയാടാൻ പറ്റുന്നത്. പക്ഷേ ഓർക്ക പോഡ്സിലെ അംഗങ്ങൾ വളരെ പരിമിതമാണ്. ഒരു ഓർക്ക പോഡിൽ പരമാവധി 20 അംഗങ്ങൾ മാത്രമേ ഉണ്ടായിരിക്കൂ. എന്നാൽ അതേസമയം ഒരു പൈലറ്റ് വെയിൽ പോഡിൽ 100 കണക്കിന് അംഗങ്ങൾ ഉണ്ടായിരിക്കും.
ഒരു പൈലറ്റ് വെയിലിന് ഒരു കാരണവശാലും ഒറ്റയ്ക്ക് ഒരു ഓർക്കയെ നേരിടാൻ സാധിക്കില്ല. ഓർക്ക പുഷ്പം പോലെ ആ പൈലറ്റ് വെയിലിനെ തീർക്കും. പക്ഷെ എത്ര നിസ്സാരമായ എതിരാളിയായിരുന്നാലും അംഗസംഖ്യ കൂടുമ്പോൾ എതിർത്ത് നിൽക്കാൻ കഴിയില്ല. ഇത് മനസ്സിലാക്കാനുള്ള ബുദ്ധി പൈലറ്റ് വെയിൽസിനുണ്ട്. ഓർക്കകൾ വളരെ ഡേഞ്ചറസ് ആണെന്നും പൈലറ്റ് വെയിൽസിന് അറിയാം. അതുകൊണ്ടാണ് ഓർക്കകളുടെ ശബ്ദം കേൾക്കുന്നതും പൈലറ്റ് വെയിൽസ് കൂട്ടത്തോടെ ഓർക്കകളെ തേടി പോകുന്നത്. അതും വളരെ അഗ്രസീവായിട്ടായിരിക്കും ഇവ ഓർക്കകളെ തുരത്തുന്നത്. ചില സാഹചര്യങ്ങളിൽ ഓർക്കകൾ ഒരുപാട് കഷ്ടപ്പെട്ട് വേട്ടയാടി ഒരു വലിയ ഇരയെ പിടികൂടിയ ശേഷം അതിനെ തിന്നാൻ തുടങ്ങുന്നതും ഉടൻ തന്നെ അവിടെ കുറെ പൈലറ്റ് വെയിൽസ് വരികയും ഓർക്കകളെയൊക്കെ തുരത്തുകയും ചെയ്യും. തുരത്തിയ ശേഷം ഓർക്കകൾ പിടിച്ച ഇരയെ പൈലറ്റ് വെയിൽസ് ഭക്ഷിക്കുക പോലുമില്ല. ചിലപ്പോൾ പൈലറ്റ് വെയിൽസ് ഓർക്കകളെ ദൂരെ നിന്ന് നിരീക്ഷിക്കും. ഓർക്കകൾ ഉറങ്ങാൻ തുടങ്ങുമ്പോഴേക്കും പൈലറ്റ് വെയിൽസ് എല്ലാം കൂടെ വന്ന് ഓർക്കകളെ തുരത്തും. അതും പല ദിവസങ്ങളോളം വരെ വിശ്രമിക്കാൻ പോലും സമ്മതിക്കാതെ ഓർക്കകളെ തുരത്താറുണ്ട്. ഇങ്ങനെ ഒരു കാരണവുമില്ലെങ്കിൽ പോലും പൈലറ്റ് വെയിൽസ് എപ്പോഴും ഓർക്കകളെ ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇവ തമ്മിൽ നേരിട്ട് ഫൈറ്റ് ചെയ്യുന്നത് ഇതുവരേക്കും നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. അതിന്റെ പ്രധാന കാരണം പൈലറ്റ് വെയിൽസിന്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ഓർക്കകളെല്ലാം സ്ഥലം വിടും. ഓർക്കകൾക്ക് പൈലറ്റ് വെയിൽസിനേക്കാൾ വേഗത്തിൽ നീന്താൻ സാധിക്കും. ശരിക്കും സകല സമുദ്ര ജീവികളിലും വെച്ച് ഏറ്റവും വേഗത്തിൽ നീന്താൻ കഴിയുന്ന ജീവികളിലൊന്നാണ് ഓർക്ക. അതുകൊണ്ട് പൈലറ്റ് വെയിൽസിന് ഒരു കാരണവശാലും ഓർക്കയെ തുരത്തി ഓടിച്ച് പിടികൂടാൻ സാധിക്കില്ല. ഇങ്ങനെ തുരത്തുന്നതിനിടയിൽ പൈലറ്റ് വെയിൽസ് മിക്കവാറും പല തരത്തിലുമുള്ള ശബ്ദങ്ങളും പുറപ്പെടുവിക്കും. അങ്ങനെ ഉണ്ടാകുന്ന നോയിസ് പൊല്യൂഷൻ കാരണം ഓർക്കകൾക്ക് കൃത്യമായി എക്കോ ലൊക്കേഷൻ ചെയ്യാൻ പോലും സാധിക്കില്ല. അത് ഓർക്കകളെ സംബന്ധിച്ചിടത്തോളം ഭയാനകമായ ഒരു കാര്യമാണ്. എന്തെന്നാൽ ഇവയ്ക്ക് ശബ്ദമാണ് എല്ലാം. ശബ്ദം ഉപയോഗിച്ചാണ് ഇവ നേവിഗേറ്റ് ചെയ്യുന്നതും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും. ഇത് രണ്ടും കൃത്യമായി ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പരിസ്ഥിതി മനസ്സിലാക്കാൻ പറ്റാതെ കുടുങ്ങിപ്പോവുകയും പൈലറ്റ് വെയിൽസ് വന്ന് വളഞ്ഞിട്ട് ആക്രമിച്ച് കൊല്ലുകയും ചെയ്യും. ഇങ്ങനെ നോയിസ് പൊല്യൂഷൻ ഉണ്ടാക്കുന്ന വിദ്യ മറ്റ് ജീവികളെ തുരത്തുമ്പോഴും പൈലറ്റ് വെയിൽസ് ഉപയോഗിക്കും. എന്തായാലും ഓർക്കകൾ ഭയന്നോടുന്നതിന് പിന്നിൽ മറ്റൊരു കാരണവും കൂടെയുണ്ട്. അപെക്സ് പ്രെഡേറ്റേഴ്സ് ഒന്നും സാധാരണഗതിയിൽ ഒരിക്കലും ആവശ്യമില്ലാതെ ഫൈറ്റ് ചെയ്യാറില്ല. ഒഴിവാക്കാൻ പറ്റുന്നതാണെങ്കിൽ തീർച്ചയായും അത് ഒഴിവാക്കുക തന്നെ ചെയ്യും. എന്തെന്നാൽ ഒരു ഫൈറ്റിൽ ഏറ്റവും കൂടുതൽ റിസ്ക് എടുക്കുന്നത് അപെക്സ് പ്രെഡേറ്റർ ആയിരിക്കും. അപെക്സ് പ്രെഡേറ്റേഴ്സ് അവയുടെ ശാരീരികമായ കഴിവുകളെ മാത്രം ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. അതിനാൽ ശരീരത്തിൽ എന്തെങ്കിലും ചെറിയ പരിക്ക് പറ്റിയാൽ പോലും അത് വേട്ടയാടാനുള്ള കഴിവിനെ കാര്യമായിട്ട് തന്നെ ബാധിക്കും. വേട്ടയാടാൻ സാധിച്ചില്ലെങ്കിൽ മിക്കവാറും അപെക്സ് പ്രെഡേറ്റേഴ്സും പട്ടിണി കിടന്ന് മരിക്കേണ്ടി വരും. എന്നാൽ ഫുഡ് ചെയിനിൽ താഴെയുള്ള ജീവികൾക്ക് അങ്ങനെയല്ല. ഉദാഹരണത്തിന് ഒരു മാനിന് ഒരു കാല് മൊത്തം നഷ്ടമായാൽ പോലും അതിന് തീർച്ചയായും പുല്ല് തിന്ന് അതിജീവിക്കാനാകും. എന്നാൽ ഒരു സിംഹത്തിന് കാല് നഷ്ടമായാൽ ബേസിക്കലി അത് മരിച്ചതിന് തുല്യമാണ്. ഇതുകൊണ്ടാണ് ഓർക്കകൾ പൈലറ്റ് വെയിൽസിൽ നിന്നും പേടിച്ചോടുന്നത്. പേടിച്ചോടുന്നു എന്ന് പറയുന്നത് അത്രത്തോളം ശരിയാണെന്ന് തോന്നുന്നില്ല. പകരം ബുദ്ധിപരമായി മാറി നിൽക്കുന്നു എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. എന്തെന്നാൽ ഒരു വലിയ ഓർക്ക പോഡിന് വേണമെങ്കിൽ പൈലറ്റ് വെയിൽ പോഡിനെ ചെറുത്തു നിൽക്കാം. ഒരുപാട് പൈലറ്റ് വെയിൽസിനെ കൊന്നു തള്ളുകയും ചെയ്യാം. വേഗത്തിൽ നീന്താൻ സാധിക്കുന്നതിനാൽ കുറെ പൈലറ്റ് വെയിൽസിനെ കൊന്നിട്ട് അവിടുന്ന് രക്ഷപ്പെടുകയും ചെയ്യാം. എന്നിട്ട് റെസ്റ്റ് എടുത്ത ശേഷം വീണ്ടും തിരിച്ചു വന്ന് ബാക്കി പൈലറ്റ് വെയിൽസിനെയും കൂടെ കൊല്ലാം. അങ്ങനെ വേണമെങ്കിൽ ഒരു പൈലറ്റ് വെയിൽ പോഡിനെ മുഴുവൻ ഒരു ഓർക്ക പോഡിന് കൊന്നു തള്ളാൻ കഴിയും. പക്ഷേ അത് വളരെ വലിയ റിസ്ക് ആണ്. അങ്ങനെ ഒരു ഫൈറ്റിൽ ഓർക്കകൾക്കും കാര്യമായ പരിക്ക് പറ്റാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ ജീവൻ തന്നെ നഷ്ടമായേക്കാം. അതുകൊണ്ട് തന്നെ ഇങ്ങനെ തിരിച്ച് ഫൈറ്റ് ചെയ്യുന്നത് വെറും മണ്ടത്തരമാണ്. അത് ഓർക്കകൾക്കും അറിയാം. ഓർക്കകൾ വളരെ ബുദ്ധിയുള്ള ജീവികളാണ്. പക്ഷെ എന്നിരുന്നാലും ചില സാഹചര്യങ്ങളിൽ ഏതെങ്കിലും പൈലറ്റ് വെയിൽ അബദ്ധത്തിൽ ഒറ്റപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. അത്തരം പൈലറ്റ് വെയിൽസ് കണ്ണിൽപ്പെട്ടാൽ തീർച്ചയായും ഓർക്കകൾ വേട്ടയാടും. അങ്ങനെ വേട്ടയാടുന്നത് ആരും നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷേ ചില ഓർക്കകളുടെ വയറ്റിൽ നിന്നും പൈലറ്റ് വെയിൽസിന്റെ അവശേഷിപ്പുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തക്കം കിട്ടിയാൽ ഇവ പൈലറ്റ് വെയിൽസിനെ ആക്രമിക്കുമെന്നതിന്റെ പ്രധാന തെളിവാണിത്. ഇത് തിരിച്ചറിഞ്ഞിട്ട് തന്നെയായിരിക്കും ഓർക്കകൾ വളരെ ഡേഞ്ചറസ് ആണെന്നും സ്വയരക്ഷയ്ക്ക് വേണ്ടി അവയെ തുരത്തി ഓടിക്കണമെന്നും പൈലറ്റ് വെയിൽസ് മനസ്സിലാക്കിയത്. പൈലറ്റ് വെയിൽസ് ഓർക്കകളെ തുരത്തുമെങ്കിൽ പിന്നെന്തിനാണ് ഓർക്കകളെ സമുദ്രത്തിലെ നമ്പർ 1 അപെക്സ് പ്രെഡേറ്റേഴ്സ് ആയിട്ട് പരിഗണിക്കുന്നത്? അതിന്റെ പ്രധാന കാരണം ഇവ വേട്ടയാടുന്ന ഇരകളാണ്. ഓർക്കകൾക്ക് എന്തിനെ വേണമെങ്കിലും വേട്ടയാടാം. ചെറിയ മീനുകൾ, നീർനായകൾ, സ്രാവുകൾ, വലിയ തിമിംഗലങ്ങൾ, അങ്ങനെ കണ്ണിൽ കാണുന്ന എന്തിനേയും വേട്ടയാടാം. പൈലറ്റ് വെയിൽസിനെ പോലും വേട്ടയാടാറുണ്ട്. ഒരിക്കൽ പിടിക്കാൻ പറ്റാത്ത ഒരു ഇരയെ മറ്റൊരു തന്ത്രം ഉപയോഗിച്ച് പിന്നീട് പിടിക്കാൻ പോലും ഇവയ്ക്ക് പറ്റും. അത്രയേറെ ബുദ്ധിയുള്ള ജീവികളുമാണ്. പക്ഷേ പൈലറ്റ് വെയിൽസ് അങ്ങനെയല്ല. ഇവയ്ക്ക് ആകെ ചെറിയ കണവ വർഗ്ഗങ്ങളെയും പിന്നെ ചില ചെറിയ മീനുകളെയും മാത്രമേ വേട്ടയാടാനുള്ള കഴിവുള്ളൂ. ഈ കാരണങ്ങളാൽ പൈലറ്റ് വെയിൽസിനെ ടോപ്പ് 10 അപെക്സ് പ്രെഡേറ്റേഴ്സിന്റെ ലിസ്റ്റിൽ പോലും യഥാർത്ഥത്തിൽ പലരും ഉൾപ്പെടുത്തിയിട്ടില്ല.
മറ്റൊരു കാര്യം, സമീപകാലത്ത് ചില ഓർക്കാപോഡുകൾ പൈലറ്റ് വെയിൽസ് ഉള്ള മേഖലകളിൽ പ്രവേശിക്കുമ്പോൾ പൂർണ്ണമായും നിശബ്ദത പാലിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇത് പൈലറ്റ് വെയിൽസിൽ നിന്നും മറഞ്ഞിരിക്കാൻ ഓർക്കകൾ പുതുതായി കണ്ടെത്തിയ ടെക്നിക്കാണ്. ഇതുപോലെ എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടായാൽ അത് മറികടക്കാൻ പുതിയ സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുന്നതിൽ ഓർക്കകൾ വിദഗ്ധരാണ്. അതുകൊണ്ട് തന്നെ ഇനി ഭാവിയിൽ പൈലറ്റ് വെയിൽസിനെ ചെറുത്തു നിൽക്കാനുള്ള എന്തെങ്കിലും സ്ട്രാറ്റജിയും ഒരുപക്ഷെ ഓർക്കകൾ ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഡെവലപ്പ് ചെയ്താൽ ചിലപ്പോൾ അന്ന് സമുദ്രത്തിൽ വളരെ വലിയൊരു യുദ്ധം നടക്കും. ഓർക്കകളും പൈലറ്റ് വെയിൽസും തമ്മിലുള്ള മഹായുദ്ധം. എന്തായാലും പൈലറ്റ് വെയിൽസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നാൽ എത്ര തന്നെ ഭയങ്കരമായ അപെക്സ് പ്രെഡറ്റർ ആണെന്ന് പറഞ്ഞാലും അതിനെ പോലും ഭയപ്പെടുത്താൻ കഴിയുന്ന മറ്റൊരു ജീവി എപ്പോഴും എല്ലാ ആവാസ വ്യവസ്ഥകളിലും ഉണ്ടായിരിക്കും.